തൃശൂർ ഇരിങ്ങാലക്കുടയിൽ SFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ നിന്ന 20ഓളം പ്രവർത്തകരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഗവർണറുടെ വാഹന വ്യൂഹത്തിന് നേരെ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്നായിരുന്നു നടപടി. SFI പ്രവർത്തകരെ തനിക്ക് പേടിയില്ലെന്നും മുഖ്യമന്ത്രിയുടേത് ഇരട്ടത്താപ്പെന്നും ഗവർണർ പറഞ്ഞു. They want to hit me, I am ready to come out. If they want to attack me, I am ready to come out. I am not scared of them. Okay. I am absolutely fine. If they want to talk to me, I am ready. If they want to hit me, I am ready. If they want to attack me, I am ready. Chief Minister is holding a theater. On one hand, he is sending them. On the other hand, he is asking the Kerala police to stop them. മനോജ് ചേരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി മനോജ്, അല്പസമയം മുൻപാണ് SFI പ്രവർത്തകരുടെ വീണ്ടും SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഗവർണർക്കെതിരെ വീണ്ടും കരിങ്കൊടി കാണിക്കുന്ന ഒരു സമീപനം ഉണ്ടായത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസവും ഗവർണർ തൃശ്ശൂരിലുണ്ടായിരുന്നു. പലയിടങ്ങളിലായി SFI പ്രവർത്തകർ ഇത്തരത്തിൽ വാഹന വ്യൂഹത്തിന് നേരെ ചാടിയെടുക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഗവർണറുടെ അവസാന പരിപാടിയായ ഗാന്ധി സന്ദർശനത്തിന്റെ നവതി ആഘോഷമാണിത് ഇരിങ്ങാലക്കുടയിൽ. ഈ ഗാന്ധി മുദ്ര എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം എത്തിയപ്പോഴാണ് ഇരിങ്ങാലക്കുടയിൽ തമ്പടിച്ചിരുന്ന 20ഓളം SFI പ്രവർത്തകർ ഈ വാഹന വ്യൂഹത്തിന് നേരെ ചാടിയെടുത്തത്. നേരത്തെ തന്നെ പോലീസ് പരിശോധന ശക്തമാക്കുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ 4 SFI പ്രവർത്തകരെ ആദ്യം തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ നിരവധി പേരാണ് ഈ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തും പെട്രോൾ പമ്പിലും ഒക്കെയായി നിലയുറപ്പിച്ചിരുന്നത്. തുടർന്ന് ഈ കരിങ്കൊടിയും എടുത്തുകൊണ്ട് ഈ വാഹന വ്യൂഹം വന്നപ്പോൾ അതിലേക്ക് ചാടി വീഴുകയായിരുന്നു. എന്തായാലും പോലീസിന്റെ ഭാഗത്തുമുള്ള വീഴ്ച കൃത്യമായി ഇവിടെ തന്നെ നമുക്ക് വിലയിരുത്താൻ പറ്റും. നേരത്തെ തന്നെ ഗവർണർ വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിയുടേത് ഇരട്ടത്താപ്പാണെന്നും. അദ്ദേഹം ഒരു ഭാഗത്ത് SFIക്കാരോട് പ്രതിഷേധിക്കാൻ പറയുകയും മറുഭാഗത്ത് സുരക്ഷ ഒരുക്കുവാൻ വേണ്ടി പറയുകയും ചെയ്യുന്നു. അത്തരത്തിൽ ഇരട്ടത്താപ്പ് നിലപാട് സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി ഒരു നാടക കമ്പനി തുടങ്ങുന്നതായിരിക്കും നല്ലത് എന്ന് ഗവർണർ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും ഗവർണർക്ക് നേരെ ഇത്തരത്തിലൊരു അതിക്രമം SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ പോയപ്പോൾ തന്നെ 3 ഇടങ്ങളിലായി വിവിധ ചെറു സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് SFI പ്രവർത്തകർ അവിടെയും കരിങ്കൊടി കാണിക്കാൻ എത്തിയിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ഇവിടെ വലിയൊരു സംഘം ഈ ഗവർണറുടെ വാഹന വ്യൂഹത്തിന് നേരെ ഓടിയെടുത്തത്. എന്തായാലും അതിനുശേഷം പോലീസ് 20ഓളം പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കയ്യിൽ നിന്നും ഈ വിവരങ്ങൾ ചോർന്നു പോകുന്നു എന്നുള്ള ഒരു സംശയം കൂടെ നിലനിൽക്കുന്നുണ്ട്. കാരണം കൃത്യമായും ഗവർണറുടെ സഞ്ചാരപാത SFI പ്രവർത്തകർക്ക് ലഭിക്കുന്നു, ഏതൊക്കെ പരിപാടികളാണെന്ന് SFI പ്രവർത്തകർക്ക് ലഭിക്കുന്നു. ഇതൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു വീഴ്ചയായി തന്നെ കണക്കിലെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നേരത്തെ ഗവർണർ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും SFIക്ക് വേണ്ടിയിട്ടുള്ള ഈ പ്രതിഷേധത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നു എന്നുള്ള കാര്യം കൂടെ വ്യക്തമാണ്. എന്തായാലും ഈ ഇരിങ്ങാലക്കുടയിലെ പ്രതിഷേധം വളരെയധികം അദ്ദേഹം അവിടെ തന്നെ വാഹനം നിർത്തിയിട്ടിരുന്നു. കുറച്ചുനേരം നിർത്തിയിട്ട് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരുന്നു. തനിക്ക് പേടിയില്ല, താൻ സംസാരിക്കാനും തയ്യാറാണ്, എന്നെ ആക്രമിക്കുമെങ്കിൽ ഞാൻ പുറത്തിറങ്ങി വരാനും തയ്യാറാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അദ്ദേഹം അതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് പറഞ്ഞ കാര്യം കൂടെയാണ് മുഖ്യമന്ത്രിയുടേത് ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പ് നിലപാടാണെന്ന് കൂടെ. എന്തായാലും ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് 20ഓളം പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇനിയും ഈ തൃശ്ശൂർ ജില്ലയിലെ അവസാനത്തെ പരിപാടിയാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടി മനോജ്, ഈ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണത്തിന് പോലീസ് ഇപ്പോൾ തയ്യാറായിട്ടുണ്ടോ? നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രതികരണമൊന്നും വന്നിട്ടില്ല. നേരത്തെ തന്നെ പരിശോധനയൊക്കെ ശക്തമാക്കിയിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. എന്നാൽ പരിശോധന ശക്തമാക്കുമ്പോഴും ഇത്രയധികം പോലീസിനെ വിന്യസിച്ചിട്ടും 20ഓളം SFI പ്രവർത്തകർ ഈ വ്യൂഹത്തിന് നേരെ ചാടിയെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം. എന്തായാലും ഈ ഒരു സംഭവത്തിൽ അതിനുശേഷം കസ്റ്റഡിയിലെടുത്തെങ്കിലും ഈ നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും പറ്റിയിട്ടുള്ള വീഴ്ച ഈ പ്രതിഷേധങ്ങളിലെല്ലാം തന്നെ നമുക്ക് വ്യക്തമാണ്. ആതിര, ശരി. തൃശൂർ ഇരിങ്ങാലക്കുടയിലാണ് SFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ നിന്ന 20ഓളം പ്രവർത്തകരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഗവർണറുടെ വാഹന വ്യൂഹത്തിന് നേരെ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്നായിരുന്നു നടപടി. SFI പ്രവർത്തകരെ തനിക്ക് പേടിയില്ലെന്നും മുഖ്യമന്ത്രിയുടേത് ഇരട്ടത്താപ്പെന്നും ഗവർണർ പറഞ്ഞു. വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ് തൃശൂരിൽ നിന്നും.